ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങളിപ്പം പള്ളിയിലെത്തി, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഹായ് ഫ്രണ്ട്സ്, റോഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ഒരു യാത്ര പോവാണ്. നേരെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തൊഴിൽ നിന്ന് പുറപ്പെട്ട നേരെ ജയ്സാൽമേർ വരെ ഒരു 19 ദിവസത്തെ യാത്ര. നമ്മളിപ്പോൾ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലാണ്. ഇവിടുന്ന് ഇനിയിപ്പം പെട്രോൾ അടിക്കണം. എസ്ആറിൻ്റെ ഒരു പമ്പുണ്ട്, നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ്. അവിടെ നിന്ന് പെട്രോൾ അടിക്കാൻ വെച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹായ്, ഞങ്ങളിപ്പം വാഴക്കുളത്തുള്ള പെട്രോൾ പമ്പിലാണ്. എസ്ആറിൻ്റെ പമ്പാണ്. ഇവിടെ നിന്ന് ഇപ്പം വണ്ടി ഫുൾ ടാങ്ക് അടിച്ചിട്ട് മുമ്പോട്ട് പോകാനാണ്. ഇത് ജിബി ജോസ്, ഹലോ, ഡോൺ ജോസ്, ഞാൻ അഖിൽ ജോസ്, ഞങ്ങളെല്ലാം ജോസുമാരാണ്. 84 രൂപയാണ് എസ്ആറിൻ്റെ പമ്പിൽ ഫുൾ ടാങ്ക് അടിക്കാനായിട്ടാണ്. തൃശ്ശൂർ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. ഇവിടുന്ന് DSLR മേടിച്ചിട്ട് വേണം ഇനി മുമ്പോട്ടുള്ള യാത്ര. ഒരു ചെറിയ ആക്സിഡൻ്റാണ്. ഇതാണ് രാമനാട്ടുകര ബൈപ്പാസ്. നമ്മളിപ്പം കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഇനിയിപ്പം 16 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറാനായിട്ട് ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ളൊരു രീതിയിലാണ്. ഞങ്ങളിപ്പം ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ കോഴിക്കോട് ടൗണിലേക്ക് പോവാണ്. അവിടെ സാഗറിൽ നിന്ന് ഫുഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? പിന്നെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, അത് നിർബന്ധമാണ്. അതെ 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 അതെ. അപ്പം സാഗർ എന്നിട്ട് കാണാന് ഞങ്ങൾ സാഗർ ഹോട്ടലിന് മുമ്പിലെത്തി. സാഗർ ഹോട്ടലിൽ നിന്നുള്ള പൊറോട്ടയും അപ്പവും മീൻകറിയും മുട്ട റോസ്റ്റും ആണ്. നല്ല രുചിയുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദർശമുണ്ട്, ഡോണുണ്ട്, കാട്ടുമുണ്ട്. നമ്മളിപ്പോൾ കണ്ണൂർ പോകുന്ന വഴിക്കാണുള്ളത്. കോഴിക്കോട് നിന്നും കണ്ണൂർ ഏകദേശം ഒരു 150 കിലോമീറ്ററോളം ഉണ്ട്. നമ്മളിപ്പോൾ ഹാഫയിലെത്തി. പക്ഷേ ഇടയ്ക്ക് വഴിയൊക്കെ ബ്ലോക്കാണ്. അതെ അതെ, നല്ല ബ്ലോക്കുണ്ട്. ഏതോ ഒരു പാലത്തിൻ്റെ പണി നടക്കുക, അപ്പം അതുകൊണ്ട് ഡീവിയേഷൻ എടുത്താണ് വന്നത്. ഗൈസ്, ഒരു പണി കിട്ടി. കൊയിലാണ്ടി ടൗണിൽ വെച്ചിട്ട് നമ്മുടെ വണ്ടിയിലൊരു പഴുതാര. അതെ, അഖിലാണെങ്കിൽ ചാടി ഇറങ്ങി കൊയിലാണ്ടി ടൗണിൽ കൂടെ നടക്കുമായിരുന്നു. വണ്ടി കയറുന്നില്ലാന്ന് പറഞ്ഞു പേടിച്ചിട്ട്. അവസാനം ഞങ്ങൾ സൈഡിൽ ഒതുക്കിയിട്ട് ഭാഗ്യം എല്ലാം പാക്ക് ചെയ്തെല്ലാം മാറ്റി ഞങ്ങൾ തപ്പി സാധനത്തിനെ പുറത്തേക്ക് എടുത്ത് വിട്ടു. എന്റെ മോനെ, വെറുതെ എന്നെ പോക്കാലോ പോണേ. ഓക്കെ, കാണാൻ പറ്റും ഒത്തിരി ഇന്ത്യൻ ഗ്യാസിന്റെ ടാങ്ക് ലോറി കിടപ്പുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഇതാണ് മാഹിയുടെ ഉള്ളിൽ കൂടി നമ്മളിപ്പം കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പമ്പുണ്ട്, തിരക്കുമാണ്. തിരക്കല്ല കേട്ടോ, ഒരു ബസ് അവിടെ നിന്നാണ് തോന്നിയതാണ്. നമ്മുടെ അടുത്ത ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്ന മൊത്തം ബാറുകളാണ്. ഇന്നെന്തോ എല്ലാം ക്ലോസ്ഡ് ആണ്. ഇലക്ഷൻ ഡിക്ലെയറിങ് ഡേറ്റ് ആയതുകൊണ്ടാണ് ബാറെല്ലാം ക്ലോസ്ഡ് ആണ്. ആക്ച്വലി കേരളവും കർണാടകയും തമ്മിൽ ആയൊരു റിലേഷൻ വന്നത് ഈ മാഹിയിലായിരിക്കും, പ്രത്യേകിച്ച് ബാറുകളുടെ കാര്യത്തിൽ. നല്ല തട്ടുകടയും മുറുക്കാൻകടയും പോലെയാണ് ഇവിടുത്തെ ബാറുകൾ, MRP ഷോപ്പുകൾ. ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണിത്. സെന്റ് തെരേസസ് പള്ളിയാണിത്. തലശ്ശേരി മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരിയിലെ ബ്ലോക്കാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. ടൗണിൽ കയറിയിട്ട് 10-15 മിനിറ്റ് ആയല്ലേ? അതെ അതെ.
ഏകദേശം ഞങ്ങളിപ്പോൾ ടൗണിൽ കയറിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെയാണ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും മറ്റേ സൈഡിലെ ആ ഒരു നീണ്ട നിര. നമ്മളിപ്പോൾ പോകുന്നത് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്കാണ്. കയറി ഉടനെ റെയിൽവേ ക്രോസ്. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ. ഇവിടുന്ന് 1 കിലോമീറ്ററാണ് കാണിക്കുന്നത് മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്ക്. നമ്മളിപ്പോൾ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്കാണ് കയറാൻ പോകുന്നത്. ഇപ്പം ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് കാറുകൾക്കൊക്കെ 40 രൂപയാണ്. സ്പീഡ് ലിമിറ്റ് 20 km/h. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഏതിലൂടെ വേണേൽ നമുക്ക് പോകാൻ പറ്റും. ഓ നമ്മളിപ്പോൾ മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ്. ഇതാണ് മുഴുപ്പിലങ്ങാടി ബീച്ചിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അത്യാവശ്യം വേറെ വണ്ടികളൊക്കെ ഇതുവഴി ഇങ്ങനെ ബീച്ചിൽ കൂടെ ഓടിച്ചു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. മൊത്തം ഒരു വരണ്ട ഒരു പ്രദേശം പോലെയാണ് കാസർഗോഡ്. കാസർഗോഡ് പ്രധാനമായിട്ടും കാണേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബേക്കൽ ഫോർട്ടാണ്. നമ്മളിപ്പോൾ ബേക്കൽ ഫോർട്ട് പോകുന്നില്ല, കാരണം ഞങ്ങൾ 3 പേരും നേരത്തെ പലതവണയായിട്ട് ബേക്കൽ ഫോർട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം അങ്ങോട്ടേക്ക് പോകാതെ തന്നെ നേരെ ഉടുപ്പിയിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അല്ലേ. ഞങ്ങൾ രാവിലെ കോഴിക്കോട് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. അതിനുശേഷം പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അവിടെ നിന്ന് ചിപ്സ് മേടിച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ലഞ്ചായിട്ടൊന്നും ഇതുവരെ കഴിച്ചില്ല. അപ്പം ചിപ്സ് കഴിക്കുന്നുണ്ട്. ഉടുപ്പി ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു ആലോചനയിലാണ്. മുമ്പിലൊരു ടാറ്റയുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ആക്സിഡൻ്റ് ആയിട്ട്, അതാണ് കറക്റ്റ്, അതൊരു ടേണിങ്ങിലുമാണ്. ടാറ്റ ടിയാഗോ എന്ന് തോന്നുന്നു. അതാണ് ഈ ബ്ലോക്ക് ഇവിടെ വരാനായിട്ട് കാരണം. ഒത്തിരി ലോഡും വണ്ടി ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെയും റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് സ്ഥലമാണ് വണ്ടികൾക്ക് പോകാനായിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഇവിടെ വന്നത്. ഞങ്ങളിപ്പം കാഞ്ഞങ്ങാടാണുള്ളത്. ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പം അങ്ങോട്ടേക്ക് മംഗലാപുരം, ഉടുപ്പി ഒത്തിരി ടൈം എടുക്കുന്നുള്ളത് കൊണ്ട് ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് ഇനി മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. നല്ലതായിട്ട് വിശക്കുന്നുണ്ട് എല്ലാവർക്കും. മുഴുപ്പിലങ്ങാടി ബീച്ചിൽ കൊണ്ട് നമ്മൾ ഇറക്കിയതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത്. മൊത്തം ചെളിയായി. ഇവിടുന്ന് ഇനി കാർ വാഷ് ചെയ്തിട്ട് പോകാമെന്നൊരാലോചനയുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന് പറയുന്ന നഗരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഉപ്പളയിൽ. നമ്മളിതാ കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് കിടക്കുകയാണ്. ഇതാണ് കർണാടക ബോർഡർ. മംഗലാപുരം. അതെ, റോഡിൻ്റെ വീതി കൂടി. മുമ്പോട്ട് ഇനി 500 മീറ്റർ അപ്പുറം ടോൾ ഗേറ്റ് ഉണ്ട്. ഫാസ്ടാഗ് ഉണ്ട്. ഇത് പുതിയ ടോൾ പ്ലാസയാണ്, അതുകൊണ്ട് ഒരു മാനുവലി ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. റോഡിന്
Yes, finally we reached Karnataka. കർണാടക. യെസ്. So off to Mangalore and Udupi. See you in Kapu Beach. Kapu Beach. Yes. എന്നാ ഒരു സാധനം നമ്മുടെ നാടിന്റെ അവസ്ഥ കേട്ടോ. നമ്മളിപ്പം ഉടുപ്പിയിലുള്ള കാപ്പു ബീച്ചിലാണ്. കാപ്പു ബീച്ചിൻ്റെ പേൻ പാർക്കാണിത്. കാപ്പു ബീച്ച് എന്ന് പറയുന്നത് ഉടുപ്പിയിൽ നിന്നും വലിയ ദൂരമില്ലാതെ ഉള്ള ഒരു നല്ലൊരു ബീച്ചാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺസെറ്റും അതുപോലെ തന്നെ മെയിനായിട്ട് ലൈറ്റ് ഹൗസാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഒട്ടനേകം ആളുകളൊക്കെ ഇവിടെ വന്ന് ഈ സൺസെറ്റ് കാണാനും ഈ എന്താ പറയുക ബീച്ചിൻ്റെ ഒരു രസം ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാറുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉള്ളത് ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ്. അത്യാവശ്യം വൃത്തിയുള്ള ഒരു ബീച്ചാണ് ഉടുപ്പിയിലെ ഈ കാപ്പു ബീച്ച്. പിന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ആർക്കും ഇവിടെ മാസ്കൊന്നും ഇല്ല. ആരും അങ്ങനെ മാസ്കൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഇവിടെ. ഇതാണ് നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ആ ലൈറ്റ് ഹൗസ്. കാപ്പു ബീച്ചിലുള്ള ഒരു ചെറിയൊരു ജ്യൂസ് ഐറ്റം ഐസ് കൊണ്ടുള്ളൊരു സംഭവമാണിത്. ബോംബെ സ്പെഷ്യൽ ഗോല. ഇതിനുണ്ടാക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ ഉള്ള സംഭവം തന്നെ. ഇവിടെ ഒരു ഇത്രയും മെഷീനൊക്കെ ഉണ്ട് അത് ചെയ്യാനായിട്ട്. രുചിയുണ്ടോ? ಫೋಟೋ ತೆಗೆಯುವುದಾ? ಯಾಕೆ? ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ವಿಡಿಯೋ ಮಾಡಿದ್ರೆ. എങ്ങനെയുണ്ട്? അല്ലല്ലേ ഞങ്ങളിന്ന് ഉടുപ്പിയിലെ റൂം എടുത്തു. ഉടുപ്പിയിൽ ഞങ്ങൾക്ക് 1500 രൂപയ്ക്ക് 3 പേർക്ക് റൂം കിട്ടി. അപ്പം ഇന്നിവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഇപ്പോൾ നാളെ രാവിലെ പറ്റുമെങ്കിൽ സെൻറ്റ് മേരീസ് ഐലൻഡ് പോകണം, അല്ലെങ്കിൽ നേരെ ഗോകർണ. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റോഡ് സ്റ്റോറീസ് ബൈ അഖിൽ ജോസ്.